നിതിൻ, വേടൻ ഇപ്പോൾ പ്രതികരിക്കുമോ? ഇപ്പൊ ആ യാത്ര പുരോഗമിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. അത് ഭരണഘടന ഉയർത്തിപ്പിടിച്ചും അംബേദ്കറുടെ ചിത്രം ഉയർത്തിപ്പിടിച്ചും നടക്കുന്ന യാത്രയാണ്, ആസാദി യാത്ര. അപ്പോൾ വേടൻ എന്താണ് പറയാനുള്ളതെന്ന് കൂടി കേൾക്കാം വേണമെങ്കിൽ. തീർച്ചയായും അതായത് ഈ പദയാത്ര ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഈ സമരം അവസാനിക്കുന്നില്ല, ഇത് വിജയം കാണുന്നവരെ തുടരുമെന്നൊരു ആശയത്തിലാണല്ലോ ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പം എന്താണ് ഇതിപ്പോ ഇന്നലെ നടന്ന വിഷയങ്ങൾ നമുക്ക് എല്ലാവർക്കും ഇന്ത്യയിലെ പകുതിയിലധികം വരുന്ന ജനാധിപത്യ വിശ്വാസികൾക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന്റെ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ യാത്രയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിന് മനസ്സിലാവുന്ന ഒരു വലിയ കാര്യം, എത്ര വലിയ ഫാസിസ്റ്റ്, എത്ര വലിയ ജനവിരുദ്ധ രാജ്യവിരുദ്ധ ഗവൺമെന്റ് ആണെങ്കിൽ കൂടി വിദ്യാർത്ഥികളുടെയും ജനാധിപത്യ വിശ്വാസികളുടെ മുന്നിൽ മുട്ടുമടക്കുന്നുള്ളതിന്റെ വലിയ തെളിവാണിത്. അതിന്റെ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. രാജ്യത്തിലെ യുവതലമുറയ്ക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുണ്ട് എന്ന് കൂടി മനസ്സിലാക്കി തന്നെ ഒരു സമര പരമ്പരയായിരുന്നു. തീർച്ചയായിട്ടും. കാരണം ഇപ്പോഴത്തെ ഒരു ന്യൂജൻ ഈ ആൻഡ്രോയിഡ് കാലഘട്ടത്തിൽ ഒരുപാട് നമുക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകര് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് തീരെ രാഷ്ട്രീയ ബോധമില്ല, രാഷ്ട്രബോധമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മുമ്പ് ഇടയ്ക്ക് പറഞ്ഞ് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനെല്ലാം ബ്രേക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇന്നിപ്പോൾ ഇത്രയും മാസങ്ങളായി നീണ്ടു നിന്ന ഈ സമരത്തിന് നമുക്ക് ഒരു വിടയി ഇപ്പോൾ കിട്ടിയത് സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം വേടൻ പങ്കെടുത്ത പരിപാടിയിൽ പങ്കെടുത്തവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. പക്ഷെ അതിലൊരു വിരോധാഭാസമില്ല. പ്രത്യേകിച്ച് കോൺഗ്രസ് ഡൽഹിയിൽ ഈ സമരത്തിന് നേതൃത്വം നൽകുമ്പോൾ അതേ കോൺഗ്രസിന്റെ സർക്കാരിന്റെ പോലീസ് ഇവിടെ പങ്കെടുക്കുന്നവർക്കെതിരെ അല്ലെങ്കിൽ പരിപാടി നടത്തുന്നവർക്കെതിരെ കേസ് എടുക്കുന്നു. അതിലൊരു വിരോധാഭാസമില്ല. ഇന്നലെ നടന്ന പ്രക്ഷോഭത്തിലുള്ള ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ആള് കൂടി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഗതാഗത തടസ്സമുണ്ടായി. അപ്പോൾ അങ്ങനെയാണ് പോലീസ് സ്വമേധയാ കേസെടുത്തത്. അപ്പോൾ അതിൽ ഇറ്റ്സ് എ വെരി കോമൺ തിങ്. ഏതായാലും നമ്മൾ ഒരു പൊതുസ്ഥലത്ത് കൂടുതൽ പൊതുജനങ്ങളെ ഉപദ്രവിക്കുന്ന മാതിരി ഒരു ആക്ട് നടത്താൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. പക്ഷേ പോരാട്ടങ്ങൾ പൊതു ഇടങ്ങളിൽ തന്നെ നടത്തിയേ പറ്റൂ. അപ്പോൾ അതിൽ നമുക്ക് ആരെയും കുറ്റം പറയാനും പറ്റില്ല. ഏതായാലും വാക്കുകൾ വ്യക്തമാണ് വേടന്റെ. അതായത് പൊതുവിടത്തിൽ പോരാട്ടങ്ങൾ നടത്തേണ്ടത് അത് പൊതുവിടത്തിൽ നിന്ന് നടത്തണം. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം പോലീസ് എടുത്ത കേസിനെ കുറിച്ചും കൃത്യമായ അദ്ദേഹം അഭിപ്രായം പറയുന്നുണ്ട്. കാരണം ഇതുപോലെ സമാനം ആളുകൾ പ്രതീക്ഷിച്ചിലും അധികം ആളുകൾ പങ്കെടുത്തുകൊണ്ട് ഗതാഗത തടസ്സം അടക്കം ഉണ്ടായതുകൊണ്ടാണ് ആ കേസെടുക്കേണ്ടി വന്നതെന്നൊരു കാര്യം കൂടി വേടൻ പറയുന്നുണ്ട്. ഏതായാലും ഈ കൃത്യമായ ഒരു രാഷ്ട്രീയ ബോധം അത് യുവതലമുറയ്ക്കുള്ളത് വലിയ സന്തോഷകരമായ കാര്യമാണെന്നാണ് വേടൻ പറയുന്നത്. വേടന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ പദയാത്ര മുൻപോട്ട് പോവുകയാണ്. അല്പസമയത്തുള്ളത് രാജ്യാന്തര മൈതാനിയിലെത്തും. അതിനുശേഷമായി അവിടെ സാംസ്കാരിക കൂട്ടായ്മകൾ, അതുപോലെ നിരവധി ആളുകൾ, പ്രമുഖരായ പല ആളുകളും ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ അങ്ങോട്ടേക്ക് എത്തും. റോഷ്നി, ശരി. നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്. വേടനും സംസാരിച്ചു. അപ്പോൾ വേടന്റെ ആസാദി യാത്ര പുരോഗമിക്കുകയാണ്.